ഹലോ ഗൈസ്, ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിലുള്ള ಇಲ್ಲ ಇಲ್ಲ ಕರೆಕ್ಟ್ ಇದೆ, ಅದು ಕರೆಕ್ಟ್ ಇದೆ, ಅದು ಬರೆದಿರೋದೇ ರಾಂಗ್. ಸರಿ ഹലോ ഗൈസ്, ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നാഗർഹോളെ ടൈഗർ റിസർവിൽ 2 ദിവസം സ്റ്റേ ചെയ്യാൻ പോയപ്പോൾ ഞാൻ നിന്ന ആ റിസോർട്ടിലെ ഞാൻ JLR കിങ്സ് എന്ന് പറഞ്ഞ് സോറി ജംഗിൾ ഇൻ റിസോർട്ട് എന്ന് പറയുന്ന സ്ഥലത്താണ് ഞാൻ നിന്നത്. അതായത് സെക്കൻഡ് ഡേ ആണ് ഞാൻ അവിടെ നിന്നത്. ആദ്യത്തെ ദിവസം നിന്നത് JLR കിങ്സ് റിസോർട്ടിലാണ്. അപ്പോൾ ഞാൻ രണ്ടാമത്തെ ഡേ നിന്ന് ഈ ജംഗിൾ ഇൻ റിസോർട്ടിൽ അവർക്ക് കുറച്ച് പ്രോപ്പർട്ടീസ് ഉണ്ട്. അപ്പോൾ അവിടെ കുരുമുളക് ഇഷ്ടം പോലെ ഇങ്ങനെ വളർന്ന് പന്തലിച്ച് കിടക്കുന്നത് കണ്ടപ്പോൾ എനിക്ക് പിടിച്ചില്ല. ഞാൻ ആ കുരുമുളക്, പച്ച കുരുമുളകാണ്, നല്ല പച്ച കുരുമുളക് ഇങ്ങനെ കൊലകൊലയായി നിന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് ഞാൻ കുറച്ച് മോട്ടിച്ചുകൊണ്ട് വന്നു. അങ്ങനെ ആ മോഷ്ടിച്ച പച്ച കുരുമുളക് ഇടിച്ച് ചതച്ച് ആണ് ഞാൻ ഈ പൊരിച്ച മീനിൽ ഇട്ടത്. ആ അരപ്പ് ചേർത്തുണ്ടാക്കിയ പൊരിച്ച മീനാണിത്. അവിടെ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോൾ ഇങ്ങനെ പച്ചപ്പ് തന്നെ കാണുള്ളൂ. പിന്നെ കുറച്ചും കൂടെ ഒന്ന് മാറിയിട്ട് സ്വിമ്മിങ് പൂളൊക്കെ ഉണ്ട്. പിന്നെന്താ, നമുക്ക് ചായ കാപ്പിയൊക്കെ ഇട്ട് കുടിക്കാനുള്ള അമ്യൂണിറ്റീസ് എല്ലാം ഉണ്ട്. ഒരു പെഡസ്റ്റൽ ഫാനൊക്കെ വെച്ചിട്ടുണ്ട്, കബോർഡ് ഉണ്ട്. സൗകര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നമ്മുടെ ഈ കോട്ടേജിൽ നമുക്ക് ലഭ്യമാണ്. AC ഒന്നും ഇടേണ്ട ആവശ്യമില്ല, നല്ല തണുപ്പ് തന്നെ ഉണ്ട്. പിന്നെ വേണമെങ്കിൽ യൂസ് ചെയ്യാം. അങ്ങനെ ഈ ജനലും കഥയൊക്കെ അടച്ചിട്ടില്ലെങ്കിൽ കുരങ്ങന്മാർ കയറും എന്നിങ്ങനെ ബോർഡ് അവർ വെച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ നമ്മളൊന്ന് ഫ്രഷനപ്പൊക്കെ ചെയ്തിട്ട് പിന്നെ നമ്മൾ ലഞ്ച് കഴിക്കാനായിട്ട് പോയി. ഫുഡ് ഒരു രക്ഷയില്ല, നല്ല ഫുഡാണ്. കൂടുതലും വെജിറ്റേറിയൻ ഓപ്ഷൻസാണ് ഉള്ളത്. നോൺ വെജും ഉണ്ട്, ബട്ട് ലിമിറ്റഡാണ്. അതായത് ഒരു ചിക്കൻ്റെ ഐറ്റം കാണും, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ ഉച്ചയ്ക്ക്. പക്ഷേ ഫുഡ് വാസ് വെരി ടേസ്റ്റി. നല്ല ടേസ്റ്റുള്ള വെജ് കറികളും ചോറും പിന്നെ ഒരു ബജി പോലെയുള്ളത്, പിന്നെ മധുരം എന്തെങ്കിലും കാണും. ഫുഡ് എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് മാത്രമല്ല, കഴിച്ചവരെല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത്. അങ്ങനൊരു അഭിപ്രായമാണ് ഞാൻ കേട്ടതും പൊതുവിൽ. ഇവരുടെ തന്നെ തനതായ ഭക്ഷണമൊക്കെ ഉണ്ടായിരുന്നു. ഒരു ബജിയൊക്കെ, മുളക് ബജി, പിന്നെ റാഗിയുടെ ഒരു ഡിഷ് ഉണ്ടായിരുന്നു, ഒരു ബോണ്ട പോലെയുള്ളത്. അതെനിക്ക് എൻ്റെ ടേസ്റ്റ്, റാഗി എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതിൻ്റെ എടുത്തില്ല. പിന്നെ ഇൻഡോർ ഗെയിംസിൻ്റെ സ്ഥലത്തൊക്കെ എല്ലാം ഉണ്ടായിരുന്നു. ചെസ്സ് അടക്കം കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ്. ഞാൻ പോയിട്ടുള്ള സ്ഥലങ്ങളിൽ കണ്ടിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ നമ്മുടെ ലൂഡോ, TT, ക്യാരംസ് അതൊക്കെയാണ്. അതിനുശേഷം നമ്മൾ ട്രെക്കിങ്ങിന് പോവുകയാണ്, സഫാരിക്ക് പോവുകയാണ്. നമ്മുടെ ജീപ്പിൽ നമ്മുടെ കൂടാതെ വേറെ 3 പേരെ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ നമ്മൾ ഈ സഫാരിക്ക് പോകുമ്പോഴത്തേക്കും എപ്പോഴും ആനിമൽ സ്പോട്ടിങ് ലക്കാണ്, പിന്നെ സൈലൻറ്റും ആയിരിക്കണം. അപ്പോൾ നമ്മൾ കുറച്ച് ആൾക്കാരുണ്ടായിരുന്നുകൊണ്ട് വളരെ സൈലൻ്റ് ആയിരുന്നു. പക്ഷേ ഞങ്ങളുടെ വണ്ടി ഒട്ടും തന്നെ സൈലൻ്റ് ആയിരുന്നില്ല. ഈ വണ്ടി വരുന്നത് ഒരു 2 കിലോമീറ്റർ അപ്പുറം അറിയാൻ പറ്റും. ഒന്നാമത് റോഡൊക്കെ വളരെ മോശമായ റോഡായിരുന്നു. ഒരു 6 കിലോമീറ്ററോളം
ഓഫ് റോഡിങ് എന്ന് തന്നെ പറയാം. എനിക്കറിഞ്ഞൂടാ, ആ ട്രിപ്പ് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും എൻ്റെ നട്ടലൊക്കെ ഊരി പറഞ്ഞ് പോയി. ഞാൻ വിചാരിക്കായിരുന്നു അതിൽ പോകുന്ന ഡ്രൈവർ ചേട്ടന്മാരുടെയൊക്കെ അവസ്ഥ എന്താണോ എന്തോ, നട്ടലൊക്കെ ഉണ്ടോ എന്ന് തന്നെ എനിക്കറിയണ്ട, അങ്ങനെ ആയിരുന്നു അവസ്ഥ. പിന്നെ നമ്മൾ പോകുന്ന വഴിയിൽ നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ആനിമൽ സ്പോട്ടിങ് കിട്ടും എന്നേ പറയാനൊക്കെ ഉള്ളൂ. അങ്ങനെ കണ്ടതാണ് ഇങ്ങനത്തെ ലങ്കൂറെല്ലാം. പിന്നെ കുറച്ച് ദൂരം ഇങ്ങനെ വണ്ടി ഓടിച്ച് പോയി കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ആക്ച്വൽ ഫോറസ്റ്റിൻ്റെ അകത്തേക്ക് കയറുന്നത്. നാഗർഹോലെ ടൈഗർ റിസർവ് എന്നാണ് പേരെങ്കിലും ഇവിടെ തലങ്ങും വിലങ്ങും സ്പോട്ടഡ് ഡിയർ ഉണ്ടല്ലോ, നമ്മുടെ ഉള്ളിൽ മാനുകൾ തട്ടി നമ്മൾ വീഴും. അതിന് മാത്രം മാനുകളുണ്ട് അപ്പുറവും ഇപ്പുറവും നോക്കിക്കഴിഞ്ഞാൽ. ഒക്കെ ആകുമ്പോൾ കാണാൻ നല്ലൊരു ഭംഗിയുണ്ട്. ഇവിടെ ഈ മരത്തിൻ്റെ കൊമ്പിൽ മലബാർ ജയൻറ്റ് സ്ക്വിറലിനെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അതാണിത്, ഒരിനം അണ്ണാനാണ് സംഭവം. ഇനി നമ്മൾ കാടിൻ്റെ ഉള്ളിലേക്ക് കയറുവാണ്. ഇവിടെ ഒരു ഇനം മൂങ്ങിയെ കാണാൻ സാധിക്കും. ഒരു സ്പോട്ടഡ് ഡിയർ നമ്മളെ നോക്കി നിൽക്കുന്ന കണ്ടോ. മാനുകൾ ഇവിടെ ഇഷ്ടം പോലെയുണ്ട്, പുള്ളിമാൻ. ഈ മരത്തിൻ്റെ തോല് പാമ്പ് പടം പൊഴിക്കും പോലെയാണ് പൊഴിഞ്ഞിട്ട് പുതിയ തോല് വരുന്നത് എന്നാണ് നമ്മുടെ ഡ്രൈവർ ചേട്ടൻ പറയുന്നത്. എനിക്ക് ഈ മരത്തിൻ്റെ പേരറിയത്തില്ല. ചിതൽപുറ്റുകൾ ഇഷ്ടം പോലെയുണ്ട്, ടെർമൈറ്റ്സ്. ഇവിടെ ആന, മാൻ, പിന്നെ അതുപോലെ ഉള്ള ജീവികളൊക്കെ വെള്ളം കുടിക്കാൻ വരുമ്പോഴത്തേക്കാണ് നമ്മൾ മിക്കപ്പോഴും സ്പോട്ട് ചെയ്യാൻ സാധിക്കുന്നത്. ഇവിടെ ഒത്തിരി ആമകൾ കാണാൻ സാധിച്ചു നമുക്ക്. പിന്നെ ഒരു തരം കൊക്കും. പിന്നെ ഗൈഡ് നമുക്ക് ഈ ഒരു മരത്തിനെ പറ്റിയാണ് പറഞ്ഞത്. ഇതിൻ്റെ തോല് മുതലയുടെ സ്കിന്ന് പോലെയാണല്ലോ, അങ്ങനത്തെ ഒരു തൊലിയുള്ള മരമാണ് എന്നാണ് പറയുന്നത്. ഇവിടെ നമുക്ക് കുറച്ച് പുള്ളിമാനൊക്കെ കാണാൻ സാധിക്കും. ഇതിൽ നീണ്ട കൊമ്പുള്ളത് ആണ് ആണുങ്ങൾ, കൊമ്പില്ലാത്തത് പെണ്ണുങ്ങളാണ്. എവിടെ നോക്കിയാലും സ്പോട്ടഡ് ഡിയേഴ്സിനെ നമുക്ക് ഇഷ്ടംപോലെ കാണാൻ സാധിക്കും, ഇതുപോലെ കൂട്ടം കൂടി നിന്ന് പുല്ല് കഴിക്കുന്നത്. ഈ കാട്ടിൻ്റെ പരിസരത്തായിട്ട് കുറച്ച് ആദിവാസി സെറ്റിൽമെൻ്റ് ഉണ്ട്, അപ്പോൾ അവരിവിടെയാണ് താമസിക്കുന്നത്. പിന്നെ നമ്മൾ മുന്നോട്ട് പോയപ്പോഴത്തേക്കും ഇത് നീൽഗിരി ലങ്കൂറാണ്, ഈ കാണുന്ന കുരങ്ങൻ. നമ്മളങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നപ്പോഴത്തേക്കും ഭാഗ്യത്തിന് ഒരു വൈൽഡ് ബോർ, അതായത് കാട്ടുപന്നീനെ കാണാൻ സാധിച്ചു. അതൊരു നല്ലൊരു സ്പോട്ടിംഗ് ആയിരുന്നു. ഈ കാടിൻ്റെ ഒരു ഭൂപ്രകൃതി വേറെ തന്നെയാണല്ലോ. ഇങ്ങനെ മരങ്ങളൊക്കെ വീണ് ഒടിഞ്ഞൊക്കെ അതേപോലെ അങ്ങനെ കിടക്കും. ഈ പച്ചപ്പും അതിൻ്റെ ഇടയിലാണ് നമ്മൾ ഈ മാനിനെയൊക്കെ കാണുന്നത്. കൂട്ടം കൂടി നമ്മുടെ വണ്ടീൻ്റെ സൗണ്ട് കേട്ടപ്പോൾ അവർ ശ്രദ്ധിക്കാൻ തുടങ്ങിയതാണ്.
ഇവിടെ ഒരു പറ്റം സ്പോട്ടഡ് ഡിയേഴ്സിനെ കാണാം. ഇവിടെ നമുക്ക് കാണുന്നതാണ് സംബാർ ഡിയർ. നമ്മുടെ പുലിയൊക്കെ കഴിക്കുന്നത് ഈ ഡിയറിനെയും പിന്നെ ഒരു കാട്ടുപോത്ത് ബൈസൺ എന്ന് പറയും, അതിനെയൊക്കെയാണ് കഴിക്കുന്നത്. അതാകുമ്പോൾ അവർക്ക് കുറച്ച് ദിവസങ്ങളിൽ ഫുഡില്ലാതെ തന്നെ ജീവിക്കാൻ സാധിക്കും കാട്ടിൽ. പിന്നെ ഞങ്ങളുടെ കൂടെയുള്ള ഡ്രൈവർ ചേട്ടൻ കന്നഡികയാണ്. അപ്പോൾ അദ്ദേഹം പറയുന്ന പല കാര്യങ്ങളും എനിക്ക് അങ്ങോട്ട് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. കുറച്ചൊക്കെ എൻ്റെ ഫ്രണ്ട് ഇരുന്ന ഒരു ലേഡി ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുമായിരുന്നു. ഈ ഭാഗത്തെത്തിയപ്പോഴത്തേക്ക് കുറേ മയിൽ ഇങ്ങനെ പെട്ടെന്ന് പറന്ന് പോകുന്നത് കാണാൻ സാധിച്ചു. ഈ ചിതൽപുറ്റിലെ എറമ്പൊക്കെയാണ് മയിലിൻ്റെ ഒരു ഭക്ഷണം. വേറെയും ഭക്ഷണമുണ്ട്, പക്ഷേ ഇതും ഒരു ഇഷ്ടഭക്ഷണമാണ്. കുറച്ച് മുന്നിൽ അതാ കുറേ കാട്ടുപോത്ത് നിൽക്കുന്നുണ്ടോ, ബൈസൺ എന്നാണ് പറയുന്നത്. ഇങ്ങനെ ഈ ചെമ്മണ്ണിൻ്റെ വഴിയിലൂടെ ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ഉണ്ട് അതാ ഒരു ആൺമയിൽ നിൽക്കുന്നു. ഞാൻ കരുതി മയിൽ പീലി വിടർത്തിയൊക്കെ ഡാൻസ് കളിക്കുമെന്ന് നമ്മൾ കാണാനൊക്കെ ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക്, പക്ഷേ മയിൽ അതൊന്നും ചെയ്തില്ല. പിന്നെ ഈ ചെമ്മണ്ണിൻ്റെ ആ ഒരു പൊടിയുണ്ടല്ലോ, ഇങ്ങനെ നമ്മുടെ വണ്ടി പോകുമ്പോൾ ഇങ്ങനെ പറക്കുമായിരുന്നു. അത് കാരണം ഞാൻ പക്ഷേ മുഖം മൂടാനൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എന്ത് നല്ല മനോഹരമായൊരു സ്ഥലമല്ലേ, കാടിൻ്റെ നടുക്ക് ഇതുപോലെ ഒരു കൊച്ചു തടാകവും കിളികളുടെ സൗണ്ടും. ഇതൊരു വ്യൂ പോയിൻ്റാണ്. അതിൻ്റെ താഴെ കുറച്ച് സ്പോട്ടഡ് ഡിയറൊക്കെ നിന്ന് പുല്ല് കഴിക്കുന്നുണ്ട്. ഈ ഭാഗത്തായിട്ട് വെള്ളം കുടിക്കാനായിട്ട് മാനോ ആനകളൊക്കെ ചിലപ്പം വരാറുണ്ടെന്ന് കേട്ടിരുന്നു, ആന കുളിക്കാനും ഒക്കെ. പക്ഷേ ഇപ്പോൾ ആരുമില്ല അവിടെ. ഈ കാണുന്നതെല്ലാം പുള്ളിമാനാണ്. ഞാൻ പറഞ്ഞില്ലായിരുന്നോ, ടൈഗർ റിസർവ് എന്ന് പറയുന്നതിനെക്കാട്ടിയും വല്ല സ്പോട്ടഡ് ഡിയർ റിസർവ് എന്ന് പറയണതായിരിക്കും നല്ലത്. അതിന് മാത്രം മാനുകളാണ് ഇവിടെ ഉള്ളത്. അത്രയും എന്ന് വെച്ചാൽ മാനിൻ്റെ തട്ടി നമ്മൾ വീഴും, അങ്ങനെ മാനിൻ്റെ എണ്ണമുണ്ട് ഇവിടെ. അങ്ങനെ സന്ധ്യയാവാൻ തുടങ്ങി, സൂര്യാസ്തമിക്കാൻ തുടങ്ങി. നല്ല മനോഹരമായൊരു കാഴ്ച. ഇവിടെ ഒരു 2 വലിയ ആനയും ഒരു കൊച്ചാനയും കാണാൻ സാധിക്കും. പക്ഷേ ചെറിയ ആനയെ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഈ വലിയ ആനകളെ തന്നെ കണ്ടു കിട്ടാൻ കുറച്ചൊരു പാടായിരുന്നു. ഇരുട്ടാനായതുകൊണ്ട് നമ്മളിനിയും തിരിച്ചു പോവാണ്. അപ്പോൾ പോകും വഴിയാണ് നമ്മളിവിടെ ഒരു ആനയെ കണ്ടത്. ഇവിടെ ദൂരെ ഒരു ആനയെ കാണാമേ. തിരിച്ച് റിസോർട്ട് ചെന്നപ്പോൾ നല്ല ചൂട് കാപ്പിയും മുളക് ബജിയും ഒക്കെ ഉണ്ടായിരുന്നു. എനിക്ക് ഇവരുടെ ഫുഡ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല ടേസ്റ്റും. ഞാൻ ഇങ്ങനെ ഒരു ഫുഡൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല, എന്ന് വെച്ചാൽ ടേസ്റ്റ് വൈസ്. ശേഷം രാത്രി ക്യാമ്പ് ഫയറും പിന്നെ ഒരു അവിടുത്തെ റിസർവ് ഫോറസ്റ്റ് ടൈഗർ റിസർവിനെ പറ്റിയുള്ള ഒരു ഡോക്യുമെൻ്ററിയും അവരിങ്ങനെ പ്ലേ ചെയ്ത് നമുക്ക് തരും.
അപ്പോൾ ആ ഡോക്യുമെൻ്ററി കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഫുഡ് കഴിക്കാൻ പോവുകയാണ്. ഫുഡ് ഞാൻ പറഞ്ഞല്ലോ ഒരു രക്ഷയില്ല. ഞാൻ ആദ്യമായിട്ടാണ് പാക്കും വെറ്റയൊക്കെ ഇരിക്കുന്നത് കാണുന്നത്. അങ്ങനെയാണ് അതിൻ്റെ ഒരു പിക്ചർ എടുത്തത്. പിന്നെ ഗ്രാൻഡായിരുന്നു ഫുഡ്. വെജും നോൺ വെജും എല്ലാം നല്ല സൂപ്പറായിരുന്നു. 2 തരത്തിലെ റൈസ്, പനീർ, പിന്നെ പക്കോട, പിന്നെ വെജ് കറീസ്, പിന്നെന്താ നോൺ വെജ്, പിന്നെ തൈര്, സാലഡ്സ് അതൊക്കെ ഉണ്ടായിരുന്നു. രാത്രി ഇവരുടെ മീൻ കുറച്ച് പ്രശ്നമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട്ല മീനാണ് ഇവർക്കുള്ളത്, കടൽ മീനല്ലാതെ. എനിക്ക് കടൽ മീനാണ് കൂടുതൽ ഇഷ്ടം. അതിനുശേഷം അടുത്ത ദിവസം പുലർച്ചെയായി വീണ്ടും ഗ്രാൻഡായിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റാണ് ഈ കാണുന്നത്. സത്യത്തിൽ എനിക്ക് തിരിച്ചു പോകാൻ ഭയങ്കര വിഷമമായിരുന്നു. എന്ന് വെച്ചാൽ പെട്ടെന്ന് ദിവസം കഴിഞ്ഞ് പോയ പോലെ തോന്നി. പിന്നെ എനിക്ക് ടൈഗറിനെ സ്പോട്ട് ചെയ്യണമെന്നുണ്ടായിരുന്നു. നമ്മൾ ഈ ടൈഗർ റിസർവിൽ വന്നിട്ട് ടൈഗറിനെ കാണാതെ പോകുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ഒരു വിഷമമായി. ഞാനൊരു അല്പം ഉപ്പുമാവും ദോശയും കറിയും ഫ്രൂട്ടുമാണ് എടുത്തത്. അപ്പോൾ അവർ നമുക്ക് 2 ഓംലെറ്റും കൂടെ കൊണ്ടുവച്ച് തന്നു. പിന്നെ കാപ്പിയും കുടിച്ചു. ശേഷം ചെക്ക് ഔട്ടിൻ്റെ പ്രൊസീജിയേഴ്സായി. ഇപ്പോഴാണ് ഞാനിവിടുത്തെ സ്വിമ്മിംഗ് പൂള് കാണുന്നത്. ഞാൻ സ്വിം സ്യൂട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ നല്ല തണുപ്പുള്ള സ്ഥലമാണ്. അതുകൊണ്ട് പൂളിൽ ഇറങ്ങുന്ന കാര്യവും സംശയമാണ്. പിന്നെ നമുക്ക് ഒട്ടും ടൈമില്ല. നമ്മളൊരു ഉച്ചയ്ക്ക് ഇന്നലെ ചെക്ക് ഇൻ ചെയ്തു, ഈവനിങ് സഫാരി എടുത്തു, പിറ്റേന്നായി ചെക്ക് ഔട്ടിന് ടൈമായി.